സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് ഞാൻ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ കാതുകുത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾക്കറിയാം, നമ്മുടെ നാട്ടിൽ പണ്ട് കാലങ്ങളിലെ സ്ത്രീകളും പുരുഷന്മാരും കാതുകുത്തുമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ കാതുകുത്തിയിട്ടുണ്ടായിരുന്നു, കടുക്കനുണ്ടായിരുന്നു. അതുപോലെ പണ്ടുള്ള എല്ലാ പുരുഷന്മാരും കാതുകുത്തി അതിൽ പിന്നീട് കടുക്കൻ തന്നെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അതുപോലെ സ്ത്രീകൾ ഇന്ന് ഒരു 90% സ്ത്രീകളും 10% ഇന്ന് മോഡേൺ ആയതുകൊണ്ട് ആ കാതൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്, കുത്തിയതൊക്കെ മാറ്റുന്നുണ്ട്. എന്നാലും ഒരു 90% ആൾക്കാരും ഈ കാത് കുത്തിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മേക്കാതുണ്ടല്ലോ, ഈ കാത് ഇവിടെ കുത്തി അതിന് മുകളിലുള്ള ചെവിയുടെ ഓരോ ഭാഗങ്ങളിലും നിരവധി കമ്മലുകൾ കുത്തുന്ന ഒരു സമ്പ്രദായം, സ്റ്റഡ് പോലെയുള്ള സമ്പ്രദായം കുത്തുന്നുണ്ട്. ഇത് ശരിയാണോ? അല്ലെങ്കിൽ എന്തിനാണ് കാത് കുത്തുന്നത്? ഈ കാത് കുത്തുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? മേക്കാത് കുത്തുമ്പോൾ ഈ ഗുണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്നീ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിരവധി വിഷയങ്ങൾ ഇത്തരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വേണം? നമ്മുടെ ആചാരവും സംസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്താവും? നമുക്ക് ഈ വീഡിയോസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. ഏതായാലും ഇവിടെ ചോദിക്കുന്നതാണ്, ഈ മേക്കാത് കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ എന്താണെന്ന്. പൊതുവേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 8 മാസത്തിന് മുമ്പ് തന്നെ ഈ കാത് കുത്തി ചടങ്ങ് നടത്തണം. ഈ കാത് കുത്തി ചടങ്ങ് നടത്തുന്ന അവസരത്തിൽ ഒരു പടി ഗുണങ്ങളാണ് അവർക്കുള്ളത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര തരത്തിലുള്ള ഗുണങ്ങൾ ഈ കുട്ടിക്ക് ലഭിക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ടും ആൺകുട്ടികൾക്കടക്കം ഈ കാത് കുത്ത് നടത്തും. പക്ഷേ ഇന്ന് മോഡേണായിട്ട് ആൺകുട്ടികൾ ഒരു കാത് കുത്തും, ഒരു കാത് കുത്താതെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അത് ശരിയായ നടപടിയല്ല. 2 കാതും കുത്തണം, അതാണ് യഥാർത്ഥം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കുത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലല്ലേ നമുക്കത് കുത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, ഒന്നാമത് ഈ കാത് കുത്തുന്നതോട് കൂടിയിട്ട് നമുക്ക് പ്രതിരോധ ശേഷി നമ്മളെ നിലനിർത്തും എന്നാണ് പറയുന്നത്. അത് പുരുഷനായാലും വേണ്ടില്ല, സ്ത്രീകൾക്കായാലും വേണ്ടില്ല, ഈ ഓരോ ആൾക്കാർക്കും ഒരു പ്രതിരോധ ശേഷി ഉണ്ടാവും. അത് ക്രമേണ നഷ്ടപ്പെടാനൊക്കെ ഉണ്ടാവും. പക്ഷെ കാത് കുത്തുമ്പോൾ അത് നിലനിർത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം വെച്ചാൽ, നല്ലതുപോലെ ഏകാഗ്രതയുണ്ടാകും. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഏകാഗ്രതയോട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും അവരുടെ ശ്രദ്ധ എത്തുകയും ചെയ്യും. കാരണം ശ്രദ്ധ ഭയങ്കരമായിട്ടുണ്ടാകും. അവർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധ അവിടത്തേക്ക് ഉടനെ ഓടിയെത്തും. ഉദാഹരണത്തിന്, അവരടുപ്പിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്ന് അവിടെ കുഞ്ഞി തൊട്ടിൽ കിടക്കുന്നുണ്ട്, കുട്ടി ഉറക്കം ഞെട്ടിക്കഴിഞ്ഞാൽ ഉടനെ ആ അമ്മച്ചയ്ക്ക് അറിയാൻ പറ്റും അവിടെ ഉണ്ട് എന്നുള്ളത്. പെട്ടെന്ന് ഒരു ഓർമ്മ വരികയും അവർ അല്ലെങ്കിൽ ആ ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളിലേക്കും ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടാകും എന്നർത്ഥം. അതാണ് അതിൻ്റെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബുദ്ധിശക്തിയും കാഴ്ചശക്തിയും ഇവർക്ക് വർദ്ധിക്കുമെന്ന് യോഗാചാര്യന്മാരും ഇപ്പോൾ പ്രതിപാദിപ്പിക്കുന്നുണ്ട്. പല പ്രഗത്ഭരായ യോഗാചാര്യന്മാർ പറയുന്നു, കാത് കുത്തിയ ആൾക്കാർക്ക് ബുദ്ധിശക്തി വളരെ ഏറെ ഉണ്ടാകും. അതുപോലെ തന്നെ കാഴ്ചശക്തിയും അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്നൊക്കെ. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുത്തശ്ശിമാർ അല്ലെങ്കിൽ മുത്തശ്ശന്മാർ അല്ലെങ്കിൽ ആചാര്യന്മാർ നിർബന്ധമായിട്ടും ഈ കാത് കുത്ത് ചടങ്ങ് നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും കൂടാതെ പുരുഷന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് ബീജവർദ്ധനവ് വളരെ നല്ലതുപോലെ ഉണ്ടാകും. ബീജത്തിൻ്റെ ഉൽപ്പാദനം നല്ലതുപോലെ വർദ്ധിക്കും എന്നാണ് പറയുന്നത്. ഇന്ന് പല ആൾക്കാർക്കും കുട്ടികളില്ലാത്ത അവസ്ഥയില്ലേ? ഇതിൻ്റെ പ്രധാന കാരണം എന്താ? അവർക്ക് ബീജം ഇല്ലാത്തത് കൊണ്ടാണ്, ബീജവർദ്ധനവ് ഇല്ലാത്തതുകൊണ്ടാണ്.
യഥാർത്ഥത്തിൽ ഈ ബീജവർദ്ധനവ് നല്ലതുപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പണ്ടുള്ള കാര്യങ്ങളിൽ ഇത് വളരെ കൃത്യമായി ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ആയുർവേദ ആചാര്യനായിരുന്നു, അല്ലെങ്കിൽ ശസ്ത്രക്രിയ വിദഗ്ധനായിരുന്നു സുശ്രുതൻ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ആദ്യം ചെയ്യുന്ന ചികിത്സ എന്ന് വെച്ചാൽ കാത് കുത്തുക എന്നുള്ളതാണ്. ഈ കാത് തുളച്ചിട്ടാണ് പിന്നെയുള്ള മറ്റുള്ള ചികിത്സ നടത്താറ് എന്ന് അതിൽ പറയുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ കാത് കുത്തിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിലുള്ള ഊർജപ്രവാഹം നിലനിർത്താൻ കഴിയുമെന്ന് ആയുർവേദവും പറയുന്നുണ്ട്. 1, 2, 3, 4 നല്ല ഗുണങ്ങൾ, നിരവധി ഗുണങ്ങളാണ് പറയുന്നത്. ഇനി പ്രധാനമായിട്ടും എന്താണ്, ഇത് കുത്തുന്ന സ്ഥാനത്ത് തന്നെ കുത്തണം. വേറെ എവിടെയും കുത്തിക്കഴിഞ്ഞാൽ ഈ ഗുണം കിട്ടില്ല. ഈ ഗുണം കിട്ടില്ല. കാരണം ഈ കീഴ്ക്കാതുണ്ട്, ആ കീഴ്ക്കാതിൻ്റെ മധ്യഭാഗത്ത് തന്നെയാണ് കുത്തേണ്ടത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടെയും ആവാൻ പാടില്ല. അങ്ങനെ മധ്യഭാഗത്ത് കുത്തിക്കഴിഞ്ഞാൽ, കൃത്യമായിട്ട് കുത്തിക്കഴിഞ്ഞാൽ എന്തുണ്ട് ഗുണം, ഈ ചെവിയിൽ നിന്ന് ഒരു മൂളൽ ചില ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. ആ മൂളിച്ച ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പറയുന്നത്. രണ്ടാമതൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അമിത വണ്ണം ഉണ്ടാകുന്നത് കുറയും എന്നാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് നിശ്ചിത പ്രായത്തും അമിതമായിട്ട് വണ്ണം ഉണ്ടാവും. അത് ശരിക്കും കുറയണമെങ്കിൽ കാത് കുത്ത് കുറച്ച് നല്ല വിധത്തിലുള്ള മർമ്മസ്ഥാനം, കൃത്യമായ ആ മർമ്മസ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് തന്നെ കുത്തുകയാണെങ്കിൽ ഈ പറയുന്ന പൊണ്ണത്തടി ഉണ്ടാവുകയില്ല എന്നാണ് പറയുന്നത്. കൂടാതെ മാനസികമായിട്ട് നല്ലൊരു ശക്തി അവർക്കുണ്ടാവും, എന്തും സഹിക്കുവാനുള്ള ശക്തി, സഹനശക്തി അവർക്കുണ്ടാവും. വിഷാദ രോഗത്തിന് അവർ അടിപ്പെട്ടു പോകാൻ സാധ്യത വളരെ കുറവാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നറിയാം, ആ കുത്തുന്ന സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾക്ക് കാത് കുത്തിയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഗുണം കിട്ടാതെ പോകുന്നതും അതുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മാനസിക സംഘർഷത്തെ പോലും ഇത് നിയന്ത്രിക്കും എന്നർത്ഥം. അപ്പോൾ കുത്തേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ ചെവിയുടെ ഇവിടെ കാണില്ല, താഴെ ഒരു കാതുണ്ടാവില്ല, അതിൻ്റെ മധ്യഭാഗത്ത് കുത്തണം എന്നാണ് പറയുന്നത്. എന്നാൽ മാത്രമേ ഈ പ്രതിരോധ ശേഷിയൊക്കെ നിലനിർത്തിയിട്ട് നമുക്ക് നല്ലതുപോലെ ഏകാഗ്രത ഉണ്ടാക്കി തരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇത് മാത്രം പോരല്ലോ. അപ്പോൾ ഈ കുത്തുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് പറയുന്ന സമയത്ത് ആ കുത്തുന്നതിന് ദിവസവും ഉണ്ട്. ആ ദിവസം കുത്തിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താകും, ചെവി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മൾക്ക് ദോഷമില്ലാതിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ചെവി കുത്തുന്ന അല്ലെങ്കിൽ കാത് കുത്തുന്ന സമയത്ത് മുഹൂർത്തം നോക്കിയിട്ടാണ് ചില ആൾക്കാർ പണ്ട് കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. അത് കൃത്യം പറഞ്ഞാൽ 12 നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രത്തിൻ്റെ ദിവസമാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് ഈ കാത് കുത്തുമ്പോൾ വലിയ ദോഷമില്ലാത്ത വിധത്തിൽ അതിന് വലിയൊരു നമ്മൾക്ക് അതിൻ്റെ ആ ഗുണം അതേപടി നിലനിൽക്കും. കാരണം ഒന്ന് പറഞ്ഞു കാതിൻ്റെ മധ്യഭാഗത്താണ് കുത്തേണ്ടതെന്ന്, രണ്ടാമത് പറഞ്ഞു ഈ കൃത്യമായ സമയം നോക്കിയിട്ട് വേണം കുത്താനെന്ന്. ആ സമയത്ത് കുത്തുമ്പോൾ നമ്മുടെ ശരീരത്തിലും അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ടാകും, പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ ശരീരത്തിലും ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത് കുത്താൻ വേണ്ടി പറയുന്നത്. അതിൽ പ്രധാനം എന്ന് പറയുന്നത് രേവതി നക്ഷത്രം. 12 നക്ഷത്രം പറയുന്നുണ്ട്. രേവതി നക്ഷത്രത്തിൻ്റെ അന്ന് നമുക്ക് ധൈര്യത്തിൽ കുത്താം. ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ നക്ഷത്രത്തിൻ്റെ അന്നും നമ്മൾക്ക് ധൈര്യത്തിൽ കുത്താൻ പറ്റും. അതുപോലെ തന്നെ തിരുവാതിര, പുണർദം, പൂയം ഈ 3, 6, 7 നക്ഷത്രങ്ങളായി. അപ്പോൾ ഈ 7 നക്ഷത്രങ്ങൾ കൂടാതെ തിരുവോണം, അവിട്ടം, അത്തം, ചിത്തിര, മകീരം ഇത്രയും നക്ഷത്രത്തിൻ്റെ അന്നാണ് ഈ നമ്മൾ ഇത് കുത്തേണ്ടത്, കാത് കുത്തേണ്ടത്. പക്ഷെ ഒരു കാര്യം കൂടിയിട്ട്, നമ്മളിപ്പോൾ ജനിച്ച നക്ഷത്രം ഉണ്ടാവും, അത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിൽ പെട്ടതായിരിക്കും. എന്നാൽ ആ ജനിച്ച നക്ഷത്രത്തിൻ്റെ അന്ന് നമ്മൾ കുത്തരുത്, ആ ദിവസം അങ്ങോട്ട് ഒഴിവാക്കണം. ബാക്കി ഈ പറയുന്ന 12 ദിവസത്തിൻ്റെ ഏത് ദിവസം ആണെങ്കിലും നമുക്കിത് കുത്താൻ വേണ്ടി, കാത് കുത്താൻ വേണ്ടി തിരഞ്ഞെടുക്കാം. പക്ഷേ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ദിവസം നല്ലതായി തിരഞ്ഞെടുത്തു, അതുപോലെ തന്നെ മുഹൂർത്തം നോക്കി എല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് കാത് കുത്താൻ വേണ്ടി പോകുന്നു. എന്നാൽ കാത് കുത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കുത്തുന്ന ആളുടെ കയ്യിലാണ് മുഴുവൻ കാര്യങ്ങളും കിടക്കുന്നത്. അദ്ദേഹം അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ അത് ദോഷം ചെയ്യും. നമ്മൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഈ ചെവിയിലൂടെ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ശക്തി കുറഞ്ഞ അസ്ഥി എന്ന് പറയുന്ന തരുണാസ്ഥി, അത് ഈ ചെവിയിലാണുള്ളത്, ഏറ്റവും നോർമലായിട്ടുള്ളത്. അതുപോലെ തന്നെ അനവധി നാഡീവ്യൂഹങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ മർമ്മസ്ഥാനത്ത് തൊട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് ഇന്ന സ്ഥാനത്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ നിർഭാഗ്യമെന്ന് വരട്ടെ, നമ്മളെല്ലാം ഇന്ന് പാരമ്പര്യമായിട്ട് തട്ടാൻ്റെ അടുത്ത് പോകാറില്ല, സ്വർണ്ണപ്പണിക്കാരുടെ അടുത്ത് പോകാറില്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് എവിടെയാണ് കുത്തേണ്ടത്, എങ്ങനെയാണ് കുത്തേണ്ടതെന്ന് അവർക്കറിയാം. അവർ കൃത്യമായിട്ട് ആ സ്വർണ്ണ സൂചി എടുത്തിട്ട് ആ കൃത്യമായ തുളയിൽ തന്നെ കുത്താറുണ്ട്. ആ വരേണ്ട സ്ഥലത്ത് കൃത്യമായി കുത്താറുണ്ട്, മർമ്മം കൃത്യമായിട്ട് അറിഞ്ഞു ചെയ്യാറുണ്ട്.
എന്നാൽ നിർഭാഗ്യമെന്ന് വരട്ടെ, ഇന്നത്തെ ആൾക്കാർക്ക് അതൊന്നും അറിയാത്തതുകൊണ്ട് അയ്യോ വേദന ഇല്ലാണ്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൺ ഷൂട്ട് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഒരു വെടിവെക്കും പോലെ. അത് ഈ ചെവിയിൽ എവിടെ വെച്ചാൽ അവരങ്ങോട്ട് വെടിവെച്ച് തരും, അവിടെ നമ്മൾ കമ്മലിട്ടോടുക. ഇതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ചെവിയുടെ തുളക്കേണ്ട ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, മേക്കാതൊന്നും തന്നെ തുളക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ട് തുളക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ 3, 4, 5 മേക്കാതെ ഇടുന്നുണ്ട്. ഒരുപാട് ദോഷങ്ങളാണ് ഉണ്ടാവുക അവർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ അങ്ങനെ ചെയ്യരുത് എന്ന് പറയാനും കാരണം. അപ്പോൾ ഇത് കുത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ആൾക്കാർ ബ്യൂട്ടി പാർലറും അതുപോലെ തന്നെ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് നമ്മൾ പറയുന്ന സ്ഥലത്താണ് കുത്തി കൊടുക്കുക. നമ്മൾ പറയും ഈ സൈഡ് വേണം, ഇവിടെ വേണം, അങ്ങനെ വേണം, ഈ ചെരിഞ്ഞിട്ട് വേണം, ഇതൊക്കെ നമ്മൾ പറയും, അവിടെയാണ് കുത്തുന്നത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അവിടെയാണ് ചിലപ്പോൾ കരുണാസ്ഥി ഉണ്ടാവുക. അവിടെ ആയിരിക്കും നാഡി മർമ്മസ്ഥാനങ്ങൾ പലതും അവിടെ ഉണ്ടാവും. ഈ മർമ്മസ്ഥാനത്തിൻ്റെ മണ്ടയിൽ പോയി നമ്മൾ അങ്ങോട്ട് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കുണ്ടാകുന്ന കാര്യം തന്നെ അറിയോ, പഴുപ്പ് ഉണ്ടാവും. ആ പഴുപ്പ് ചിലപ്പോൾ മാറുകയേയില്ല. പഴുപ്പ് മാറാൻ വേണ്ടി പല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഇന്ന് നിലവിൽ, പണ്ടും ഉണ്ട്. പക്ഷേ ഈ മർമ്മസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എപ്പോഴും നമുക്ക് ദുരിതമായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആയാലും അത് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് ചെവിയുടെ കേൾവി ശക്തി പോലും നഷ്ടപ്പെടാൻ അതുകൊണ്ട് സംഭവിച്ചു കൂടായില്ല. ഓർമ്മശക്തി കുറയും. ഇങ്ങനെ ഈ നരമ്പിൻ്റെ മുകളിലേക്ക് കയറ്റി കുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ തരുണാസ്ഥിക്ക് ക്ഷതം സംഭവിച്ചു കഴിഞ്ഞാൽ, അത് കൂടുതൽ പ്രഷർ വരുമ്പോൾ അത് നമ്മുടെ തലയിനെയും തലച്ചോറിനെയും ഒക്കെ ബാധിക്കും. ഓർമ്മശക്തി പോലും കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നും കൂടി മനസ്സിലാക്കുക. അപ്പോൾ എന്ത് വേണം, ഈ കുത്തുന്ന സമയത്ത് കൃത്യസ്ഥാനം മനസ്സിലാക്കുക. പിന്നെ ചില ആൾക്കാർക്ക് കാണാം, ഈ കുത്തിയെടുത്ത് ചെറിയൊരു കുമ്പള പോലെ, ഒരു വണ്ണത്തിൽ ഒരു പാലുണ്ണി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു തഴമ്പ് പോലത്തെ ഒരു സാധനം അവിടെ ഇങ്ങനെ വളർന്നു വരും. ആ കുത്തിയതിൻ്റെ ഒന്നിക്കലും ഉള്ളിലായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും. ഈ തരത്തിലൊരു കുമിള പോലെ നമുക്ക് കാണാൻ കഴിയും. ചില ആൾക്കാർക്ക് നല്ല ചുവന്നിട്ട് നല്ലൊരു നീരായിരിക്കും ഉണ്ടാവുക, തൊട്ടാൽ വേദന ഉണ്ടാവും. എത്രയോ ദിവസങ്ങളോളം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതിന് കുത്തി അത് ഇങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അനുഭവിക്കാന്നില്ലുള്ളൂ. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമ്മൾ സ്വതവേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളത്തിൽ പേസ്റ്റ് രൂപത്തിലാക്കി അവിടെ തടയി കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും അത് വിഷം, അതിൻ്റെ ചില കെമിക്കൽ, അതിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കാൻ ഈ മഞ്ഞൾ വളരെ ഉപകരിക്കും. ഉപ്പും വ്രണത്തിന് നല്ലതാണെന്നിട്ട് ആ രീതിയിൽ ചെയ്യും. സ്വതവേ കാത് കുത്തിക്കഴിഞ്ഞാൽ അവിടെ ഉപ്പ് വെള്ളം ചാലിച്ചിട്ട് അവിടെ ഉറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഉറ്റിച്ചു കൊടുക്കും. പക്ഷേ ഇത്തരത്തിൽ പഴുപ്പ് വരികയാണെങ്കിൽ വേറെ മാർഗ്ഗമില്ല, ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്യണം. അതല്ലെങ്കിൽ ഒറിജിനൽ കുങ്കുമം ഉണ്ടാവും. ഒറിജിനൽ കുങ്കുമം നമ്മൾ വെള്ളത്തിൽ ചാലിച്ചിട്ട് അവിടെ വെച്ച് കൊടുക്കും. ഇപ്പോൾ മൂക്ക് കുത്തിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ ചില ആൾക്കാർക്ക് വരാറുണ്ട്, കൃത്യമായ സ്ഥാനത്ത് ചെയ്തില്ല എങ്കിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ മേക്കാത് ഒരു കാരണവശാലും തുളയ്ക്കരുത്. കാരണം പല തരത്തിൽ ഒരുപാട് തരുണാസ്ഥികളുള്ള കാര്യങ്ങളാണ് അവിടെ. അതുപോലെ തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള നാഡികളും അവിടെയുണ്ട്. അപ്പോൾ ആ കാരണം കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഹൈ പ്രഷറിൽ ഗൺ ഷൂട്ട് ചെയ്യുന്നു. അത് എവിടെയാണെന്ന് അവരൊന്നും അറിയില്ല, നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുത്താൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഗൺ ഷൂട്ടിൻ്റെ പോലെ തന്നെ അവിടെ സ്ഥാനം മാറുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ചെവിക്കും തലക്കും ഇതുകൊണ്ട് ഒരുപാട് ദോഷമുണ്ടാകും എന്ന് മനസ്സിലാക്കുക. അത് പിന്നീട് അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമായിരിക്കും. സഹതപിക്കാൻ നിരവധി ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ പറയും, അന്നേ ഞാൻ പറഞ്ഞില്ല, ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾക്കൊരു ദുരിതം വരാതിരിക്കാൻ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പിന്നീട് ഓർമ്മക്കുറവും വന്ന് അതുപോലെ തന്നെ നമ്മൾക്ക് ഏകാഗ്രത കിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതാണ് പകുതി കിട്ടി ഇപ്പുറത്തേക്ക് പോയി, ഒന്നിനൊരു ശ്രദ്ധയുണ്ടാകില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ആ പഠനത്തിൽ ശ്രദ്ധയില്ലാത്തൊരവസ്ഥ വരും. ഇപ്പോൾ നമ്മളെല്ലാവരും മോഡേൺ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. മേക്കാത് കുത്തുന്നുണ്ടെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ടുള്ള നല്ലപോലെ മർമ്മസ്ഥാനങ്ങൾ അറിയുന്ന തട്ടാന്മാരടുത്ത് കൊണ്ടുപോയിട്ട് ചെയ്താൽ വലിയ ദോഷം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അത്രയും കൃത്യമായിട്ട് അറിയുന്ന ആളായിരിക്കണം, ചെവിയുടെ മർമ്മങ്ങളൊക്കെ അറിയുന്ന ആളായിരിക്കണം. അതല്ല എങ്കിൽ വളരെയേറെ ദോഷം ചെയ്യും. ഈ ഒരു കാര്യത്തിന് വേണ്ടി അക്യൂപഞ്ചർ ചികിത്സാ രീതിയിലുള്ള ആ വിദഗ്ധന്മാർ നിരവധി ഗുണങ്ങളാണ് പറയുന്നത്. ഈ ചെവിയിൽ കാത് തുളയ്ക്കുന്നതിനെ പറ്റി ഒരുപാട് ഗുണങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ സുശ്രുതൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. നിരവധി ഗ്രന്ഥങ്ങളിൽ ഈ കാത് കുത്തുന്നതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീജസംഭരണം വർദ്ധിക്കാനൊക്കെ പറഞ്ഞല്ലോ. ഇതെല്ലാം കൊണ്ട് തന്നെയാണ് പണ്ടുള്ള പുരുഷന്മാരും സ്ത്രീകളും നിർബന്ധമായിട്ടും കാത് കുത്തിയിരുന്നു. എന്നാൽ ഇന്ന് പുരുഷന്മാർ ആ കാത് കുത്തുന്നത് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ, ഒരു 10% താഴെ അല്ലെങ്കിൽ 1% താഴെ മാത്രമേ ആൾക്കാർ കാത് കുത്തുന്നുള്ളൂ. പക്ഷേ അത് കുത്തേണ്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള സമയം നോക്കിയിട്ട്, നല്ല സമയം നോക്കിയിട്ട് ആ കാത് സറാഫുമാരെ കൊണ്ട് അല്ലെങ്കിൽ തട്ടാന്മാരെ കൊണ്ട് മാത്രം നമ്മൾ കാത് കുത്തിക്കുക. ഒരു കാരണവശാലും ഈ ഗണ്ണ് ഉപയോഗിച്ചിട്ട് ചെയ്യാതിരിക്കുക. അതുപോലെ ഗണ്ണ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടെ തന്നെ അത് അറിയുന്ന ഏതെങ്കിലും സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് ചെയ്യിച്ചാൽ വലിയ ദോഷം ഉണ്ടാവില്ല. അതും ഈ കാതിൻ്റെ മധ്യഭാഗത്ത്, കീഴ്ക്കാതിൻ്റെ മധ്യഭാഗത്ത് തന്നെ വരുന്ന വിധത്തിൽ വേണം ചെയ്യാൻ. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന ഗുണങ്ങളെല്ലാം ലഭിക്കുക. കൂടാതെ നമ്മുടെ
ഈ കാത് കുത്തുമ്പോൾ നമ്മുടെ ശ്വാസകോശ ആരോഗ്യം സംരക്ഷിക്കപ്പെടും എന്നും കൂടി ആയുർവേദത്തിൽ പറയുന്നത്. ശ്വാസകോശ സംബന്ധമായിട്ട് പല അസുഖങ്ങൾ വരുന്നതൊക്കെ ഈ പറയുന്നത് കുത്തുന്ന സമയത്ത് അതിൽ നിന്ന് പരിരക്ഷ ഒരു പരിധി വരെ ഈ കാത് കുത്തുന്നതോടുകൂടി ഉണ്ടാകുമെന്നും, അതോടൊപ്പം ഈ നമ്മുടെ ശ്രവണ ഞരമ്പുകളുണ്ട്, ഈ ചെവിയുടെ ഇതിലൂടെ ഉള്ളിലേക്കെല്ലാം കടന്നു പോകുന്ന ശ്രവണ ഞരമ്പുകൾ, അപ്പോൾ അതിനെ സജീവമാക്കാൻ ഈ കാതുകുത്ത് വളരെയേറെ ഉപകരിക്കുന്നവർ. അപ്പോൾ അകത്തുള്ള ആ പുളുണ്ടല്ലോ ശരിയായിട്ട് ചെവി കേൾക്കുന്നത് അതിനെ ഉണർത്തുകയാണ് ചെയ്യുക ശരിയായ വിധത്തിൽ. അപ്പോൾ അങ്ങനെ നിരവധി ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മളെന്ത് വേണം, ഈ കാത് കുത്തുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഇന്നത്തെ മറ്റുള്ളവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പോയിട്ട് മേക്കാത് 19 കുത്താതിരിക്കുക. ഇനി അഥവാ കുത്തേണ്ടി വന്നാൽ തന്നെ കൃത്യമായിട്ട് ആ മർമ്മങ്ങൾ അറിയുന്ന ഒരാളെ കൊണ്ട് മാത്രം ചെയ്യുക, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടി വരും എന്നും കൂടി നമ്മൾ ചിന്തിക്കുക. ഏതായാലും മറ്റൊരു വിഷയമായി നമുക്ക് മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.